കാര്യവിചാരം 88. മാറ്റം. മാറ്റമെന്നത് മാത്രമാണ് ഈ ഭൂവിൽ മാറ്റമില്ലാത്തതെന്നങ്ങ് അറിയണം. അതെ, ഈ ഭൂമിയിൽ മാറ്റമില്ലാത്തത് ഒരൊറ്റ ഒന്നിന് മാത്രമേ ഉള്ളൂ. അത് മാറ്റത്തിനാണ്. മനുഷ്യൻ മാറും, മൃഗങ്ങൾ മാറും, പ്രകൃതി മാറും, കാലാവസ്ഥ മാറും, അധികാരം മാറും, വാസസ്ഥലം മാറും, ജോലി മാറും, വിദ്യാഭ്യാസം മാറും, സ്വഭാവം മാറും, ചിന്തകൾ മാറും, പ്രവൃത്തി മാറും, ബുദ്ധി മാറും, മനസ്സ് മാറും, രോഗങ്ങൾ മാറും, രോഗികൾ മാറും, തത്വങ്ങൾ മാറും, രാഷ്ട്രീയം മാറും, രാഷ്ട്രീയക്കാർ മാറും, മന്ത്രിമാർ മാറും, മുഖ്യമന്ത്രി മാറും, പ്രധാനമന്ത്രി മാറും, യാത്ര മാറും, യാത്രക്കാർ മാറും. ഇനി കുറെ കൂടെ വിശാലമായി ചിന്തിച്ചാൽ ഈ സൗരയൂഥവും ഈ ഗാലക്സികളും ഒരിക്കൽ മാറും. മാറ്റം കാലത്തിൻ്റെ ചിറകുകളിലാണ്. കാലചക്രം എന്നത് കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന്മേൽ മാറ്റവും. ഇത് വെറുമൊരു തത്വചിന്തയല്ല, സത്യമാണ്, കേവല സത്യം മാത്രം. മനുഷ്യ സമൂഹം തന്നെ എടുക്കാം. മാറ്റമുണ്ടാകാതെ മനുഷ്യ പുരോഗതി എങ്ങനെ സാധ്യമാകും? സാങ്കേതിക വിദ്യകളിൽ ഉള്ള മാറ്റമാണ് പുരോഗതിയുടെ അടിസ്ഥാനം. അനുദിനമല്ല, അനുനിമിഷമാണ് സാങ്കേതിക വിദ്യകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഉദാഹരണമായി നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഇത് നമ്മെ ചിലപ്പോൾ അസാൻമാർഗിക പ്രവൃത്തികൾ ചെയ്യാൻ പ്രേരിപ്പിച്ചേക്കാം. തെറ്റായ വഴിയിലൂടെ നമ്മെ കൊണ്ടുപോയേക്കാം, ഇല്ലേ? നമ്മൾ കാണുന്നതല്ലേ? ഗൗരവതരമായ ഇത്തരം മാറ്റങ്ങൾ നമ്മെ നമ്മുടെ ഉറ്റ ബന്ധുക്കളിൽ നിന്ന് പോലും അകറ്റിയേക്കാം. ഇത് ഒരു അപകടകരമായ അവസ്ഥയാണ്. മക്കൾ അച്ഛനമ്മമാരെ സ്നേഹിക്കാതിരിക്കുക, ഉപേക്ഷിക്കുക, നിന്ദിക്കുക, ഭാര്യ ഭർത്താവിനെയും സംശയിക്കുക, ദ്രോഹിക്കുക, ചിലപ്പോൾ വധിക്കുക, അമ്മ സ്വന്തം പിഞ്ചു കുഞ്ഞിനെ കൊല്ലുക എന്നിങ്ങനെ. മാറ്റം പുരോഗതിയിലേക്ക് എത്തിച്ചിരിക്കുന്നതിൻ്റെ ചില ഉദാഹരണങ്ങൾ നോക്കാം. മനുഷ്യൻ ഇപ്പോൾ ചന്ദ്രനിൽ കാലുകുത്തിയിരിക്കുന്നു. ബഹിരാകാശ പേടകത്തിൽ സ്വൈരസഞ്ചാരം നടത്തുന്നു. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കിട്ടാത്ത ഒന്നുമില്ല ഇന്ന് ഈ ലോകത്ത്. ഗൂഗിൾ ദൈവത്തെ നാം നമ്മുടെ പരമ്പരാഗത ദൈവങ്ങളെക്കാൾ അധികം വിശ്വസിക്കുന്നു, ആശ്രയിക്കുന്നു. ഇന്ന് അറിവ് നമ്മുടെ വിരൽത്തുമ്പിലാണ്. വായന തീരെ കുറഞ്ഞിരിക്കുന്നു. കാരണം അതിൻ്റെ ആവശ്യമില്ല തന്നെ. എല്ലാം ഇൻ്റർനെറ്റിലുണ്ടല്ലോ, മൊബൈൽ ഫോണിലുണ്ടല്ലോ. മാറ്റം മനുഷ്യനെ മുമ്പത്തേക്കാൾ അധികം അന്വേഷണപടിവാക്കിയിട്ടുണ്ട്. പക്ഷേ കാലം മാറ്റത്തിൻ്റെ വേഗത അനുനിമിഷം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ആ വേഗത താങ്ങാൻ കഴിയാതെ സാധാരണക്കാരന് വിഷമിക്കുന്നു. അയാൾ കൂടുതൽ വേഗത്തിൽ ഓടേണ്ടി വരുന്നു. ആ ഓട്ടത്തിൽ കാലിടറി വീഴുന്നു. എങ്കിലും മാറ്റം അനിവാര്യമാണ്. മാറ്റമില്ലാതെ ഉന്നതി ഉണ്ടാവില്ല, മാറ്റമില്ലാതെ നേട്ടമുണ്ടാവില്ല. ശിലായുഗത്തിൽ മനുഷ്യൻ നഗ്നനായിരുന്നില്ലേ? എന്നാൽ കാലാന്തരത്തിൽ നമ്മുടെ വേഷവിധാനം എത്ര മാറ്റങ്ങളിലൂടെയാണ് കടന്നുപോയത്. മാറ്റത്തെയും കാലത്തെയും വേർതിരിക്കാൻ സാധ്യമല്ല. വേർപെടുത്താനും അവ രണ്ടും ഒരുമിച്ച് നീങ്ങണം. ചുരുക്കി പറഞ്ഞാൽ മാനവ പുരോഗതിയുടെ ആത്മസത്തയായ അറിവ് മാറ്റത്തിലൂടെയാണ് നേടുന്നത്. അറിവിലൂടെ ബുദ്ധിപരമായ പ്രവർത്തനം കാഴ്ചവെക്കുമ്പോഴാണ് പുരോഗതി ഉണ്ടാകുന്നത്.